ഇവിടെ സൂചിപ്പിച്ച ഫാത്തിർ സൂറത്തുൽ ഫാത്തിറിലെ ഇൻ തദഊൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ മൗലാന പറഞ്ഞു അതിൻ്റെ വിഗ്രഹങ്ങളെയാണ് കേൾക്കൂല അറിയില്ല എന്ന് പറഞ്ഞു. അതിന് വിശുദ്ധ ഖുർആന്റെ ഏതെങ്കിലും ആയത്ത് തെളിവുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്തിന് വിഗ്രഹങ്ങളാണ് കേൾക്കൂല ഉത്തരം നൽകൂല എന്ന് അർത്ഥം പറഞ്ഞല്ലോ. എല്ലാവർക്കും അറിയല്ലോ വിഗ്രഹങ്ങളെ കുറിച്ചാണ് ആ പറയുന്നത്. അത് നിങ്ങൾ പറഞ്ഞപ്പോൾ തെളിവുണ്ട്, ആയത്ത് തെളിവുണ്ടെന്ന് ഇവിടെ പറഞ്ഞില്ലേ ഖുർആന്റെ? ആയത്ത് ഒരുപാട് ആയത്തുണ്ട്, ഇതൊക്കെ വിഗ്രഹങ്ങളെ കുറിച്ചാണ്. വിഗ്രഹങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ആയത്ത് സൂറത്തുൽ ഫാത്തിറിലെ ആയത്തിന്റെ വിശദീകരണം റാജിയാണ് ഞാൻ വിശദീകരിച്ചത്. റാജിയിലുണ്ട് ആ വിശദീകരണത്തിൽ അത് നിങ്ങൾ വിഗ്രഹങ്ങളാണ് എന്നുള്ളതിന് വേറെ ഖുർആനായത്ത് തെളിവുണ്ട് നിങ്ങളോട് പറഞ്ഞു. വിഗ്രഹങ്ങളാണ് ഒരുപാട് ആയത്തുകളുണ്ട്. അതിനെപ്പറ്റിയുള്ള ചോദ്യമാണ് ഈ പറയുന്നതൊക്കെ. നോക്കട്ടോ, ഖുൽ അറഅയ്തും ശുറകാഅകുമുല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി. പറയൂ, അറഅയ്തും നിങ്ങളൊന്ന് പറയൂ, ശുറകാഅകും നിങ്ങളുടെ ബഹുദൈവങ്ങളായ വിഗ്രഹങ്ങൾ, അല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇലാഹുകളെന്ന് വിളിക്കുന്ന വിഗ്രഹങ്ങൾ, അറൂനി മാദാ ഖലഖൂ മിനൽ അർള് അവർ ഭൂമിയിൽ നിന്ന് എന്ത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞേരി. ഒരു ഖണ്ഡനം. ലാ യസ്മഉ ദുആഅക്കും അവർ നിങ്ങളുടെ വിളി കേൾക്കൂല. മറ്റൊരു ഖണ്ഡനം. അം ലഹും ശിർക്കും ഫിസ് സമാവാത് അവർക്ക് ആകാശങ്ങളെ സൃഷ്ടിക്കുന്നതിൽ കൂറുണ്ടോ. മറ്റൊരു ഖണ്ഡനം. അം ആതൈനാഹും കിതാബൻ അതല്ല അവർക്ക് നമ്മൾ വല്ല വേദവും നൽകിയിട്ട് ആ വേദത്തിലുള്ളതാണോ പറഞ്ഞു തരുന്നത് ഇവർക്ക് ഇലാഹിയത്തുണ്ട് എന്നും ഇവർ ഇലാഹാണ് എന്നും എന്നൊക്കെ അള്ള ചോദിക്കുന്നുണ്ട് നിരവധി ആയത്തുകളിൽ. ഇതൊക്കെ വിഗ്രഹങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ പറഞ്ഞ സൂറത്തിലായത്താ ഈ പറഞ്ഞത് ഫാത്തിർ 40. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി മിൻ ഇബാദ. ഇബാദ ഒന്നുമില്ല ആയത്തില്. അല്ല, സൂറത്തുൽ അറാഫിലെ ആയത്താ ഞാൻ പറഞ്ഞ. ഫിൽ ഇബാദ ഏതായാലും ആയത്തിലില്ല. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി മിൻ ഇബാദ. മിൻ ഇബാദ സെക്കൻഡ് ഞാൻ ഒരു പണ്ഡിതനൊന്നുമല്ല. അല്ല, മനസ്സിലായി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. ഇന്നല്ലദീന യാതൊരു വിഗ്രഹങ്ങൾ തദ്ഊന മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ നിങ്ങൾ അവരെ ദൈവമാണെന്ന് വിളിക്കും. അങ്ങനത്തെ വിഗ്രഹങ്ങൾ ഇബാദുൻ അംസാലുക്കും നിങ്ങളെപ്പോലെ അള്ളാഹുവിന്റെ പ്രജകളാകുന്നു. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ അർത്ഥം ഇത് ഏത് പരിഭാഷ എല്ലാ തഫ്സീറിലുണ്ട്. നിങ്ങൾ മലയാളം റാജി തഫ്സീറിലുണ്ട്. മലയാളത്തിലൊക്കെ ഖുർആൻ പരിഭാഷയാണ്. അതൊക്കെ വഹാബികളുമാണ്, അതിലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞ കാര്യമില്ല. എന്നതിലോ കേരളത്തിൽ ഒരുപാട് പേര് മലയാളം പരിഭാഷ ഇറങ്ങിയിട്ടുണ്ട്. ഇറക്കിയത് കൊണ്ടല്ല നിങ്ങൾക്ക് മനസ്സിലാകാനാ പറയുന്നത്. ഇതൊക്കെ ഖുർആനിൽ റാജിന്റെ തഫ്സീറോ അല്ലെങ്കിൽ ഇബ്നു കസീറിന്റെ തഫ്സീറോ അല്ലെങ്കിൽ ജലാലൈനി തഫ്സീറോ തഫ്സീർ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, ഇവിടെ ഞങ്ങൾ പറഞ്ഞ ഇമ്പിച്ച് കോയതങ്ങൾ ഇറക്കിയ പരിഭാഷ ഉണ്ട്. മറ്റു പള്ളിയിൽ ആരിറക്കിയ പരിഭാഷയാണെങ്കിലും ആ പരിഭാഷയിലുള്ളതിന് ഇവിടെ ഉത്തരവാദിത്തല്ല. പരിഭാഷകൾ ഓരോരുത്തരെ പരിഭാഷ നോക്കി ഉദ്ധരിക്കും. അല്ല, അവിടെ പറഞ്ഞ അടിമകളാണെന്നല്ലേ പറയണേ. അടിമകൾ എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെയും പറയാം. വിഗ്രഹങ്ങൾ അടിമകളാണെന്ന് പറയാം. അതെ, പറയാം. പിന്നെ എന്താ, പിന്നെ അടിമല്ലാതെ പിന്നെന്താ അവര് അള്ളാന്റെ അടിമയല്ലേ? കല്ലും മണ്ണൊക്കെ അള്ളാന്റെ അടിമയല്ലേ? പിന്നെന്താ നിങ്ങളെന്ന് പറയുന്നത്? പിന്നെന്താ യജമാനാ? അപ്പൊ ഒരു സംശയം ചോദിക്കുവാണ്. അപ്പൊ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഖുർആൻ പരിഭാഷകൾ അത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഖുർആൻ പരിഭാഷ ഒഴിഞ്ഞു മാറരുത്. ഞങ്ങൾ പഠിക്കാൻ ഒഴിഞ്ഞു മാറാൻ തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് പഠിക്കാനല്ലേ സുഹൃത്തെ പറഞ്ഞു തരുന്നത്. ഖുർആൻ പരിഭാഷയുടെ ഒരു പരിഭാഷയുടെയും വക്താവല്ല ഞാൻ. അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ പരിഭാഷ ചോദിച്ചിട്ട് കാര്യമല്ല. ഖുർആൻ പരിഭാഷ എന്ന് പറയുന്നത് നേരിട്ട് അതിൻ്റെ അർത്ഥം പഠിച്ചാൽ, ഈ കിതാബുകളൊക്കെ അവഗണിച്ചിട്ട് അർത്ഥം പഠിച്ചാൽ പിഴച്ചു പോകും നിങ്ങളെപ്പോലുള്ളവർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനത്തെ എന്നോട് ചോദിക്കുമ്പോൾ ഞാനതാ പറയാ. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ ഉസ്താദിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഈ ഖുർആൻ പരിഭാഷ പഠിക്കും, വായിക്കും, മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ പണ്ഡിതന്മാർ വിവരിച്ചു കൊടുക്കുന്ന വിവരണ സഹിതമാണ് അവർ പഠിക്കുന്നത്. അപ്പൊ അവർ വിവരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞ ജനങ്ങൾ കേൾക്കണ്ടേ? എന്താ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ ഉസ്താദ് പറഞ്ഞ ഒരർത്ഥം പറയുകയാണ് ഞങ്ങൾ കേൾക്കണം. ഇപ്പൊ വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കണം. ഇത് പേര് നിങ്ങൾ ശരിയാന്ന് നോക്കും. അതിന് ഞാനെന്താ പറയാ സർ? അല്ല, ഒരു ഞാൻ പറഞ്ഞു വരുന്നത് മുജാഹിദാണെങ്കിലും സുന്നിയാണെങ്കിലും ഖുർആന്റെ നേരെ പരിഭാഷ നോക്കിയിട്ട് വായിച്ചാൽ ഖുർആൻ മനസ്സിലാവൂല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പരിഭാഷയെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ കിട്ടൂല. പരിഭാഷയല്ലാതെ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാതാക്കളും ഇമാമികളും തഫ്സീർ ഗ്രന്ഥങ്ങളും പറഞ്ഞത് ഞാൻ എത്രയും വായിച്ചു തരാം. ആ വ്യാഖ്യാനങ്ങൾ കൊടുത്ത വല്ല ഖുർആൻ പരിഭാഷ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളി. ഞാൻ കണ്ടിട്ടില്ല. ഞാനത് പരിഭാഷ നോക്കി നടക്കുന്ന ആളല്ല. അതുകൊണ്ട് അറിയില്ല എന്നാ പറയുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഇതാക്കാനോ പറയുന്നതല്ല, നിങ്ങളെ ഇരുത്താൻ പറയുന്നതല്ല. ഞാൻ അത്തരം പരിഭാഷകൾ വായിക്കാറില്ല. ആ പരിഭാഷാ സംരംഭത്തെ തന്നെ എതിർക്കുന്ന ആളാണ് ഞാൻ, വ്യക്തിപരമായാണ്. അതൊരു പുതിയ അറിവ് എനിക്ക്. അതെന്താ മനസ്സിലാക്കി? ഞാനല്ല. എത്ര കാലമായി ഖുർആൻ പരിഭാഷ ഇറങ്ങിയിട്ട് നിങ്ങൾക്കറിയോ? അപ്പൊ സാധാരണക്കാർ ഖുർആന്റെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ ഖുർആന്റെ അർത്ഥം നബിതങ്ങളുടെ കാലം തൊട്ട് ഇന്ന് വരെയും മനസ്സിലാക്കി വരുന്നുണ്ട്.
മലയാളത്തിൽ ഖുർആന്റെ പരിഭാഷ ഇറക്കാൻ തുടങ്ങിയിട്ട് 100 കൊല്ലത്തിൻ്റെ ഇപ്പുറയായിട്ടുള്ളൂ. 100 കൊല്ലത്തിൻ്റെ അപ്പുറത്ത് ഖുർആന്റെ പരിഭാഷ മലയാളത്തിലില്ല. ഇംഗ്ലീഷിൽ തന്നെ ഖുർആൻ പരിഭാഷ ആദ്യം പുറത്തിറക്കിയത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ ഖുർആനെ പഠിപ്പിക്കാനാണോ അതോ തെറ്റിദ്ധരിപ്പിക്കാനാണോ പരിഭാഷ ഇറക്കുക? മുസ്ലിമീങ്ങൾ ആരും ഇറക്കിയിട്ടില്ല. ലോകത്താകെ ഖുർആൻ പരിഭാഷ ഇറങ്ങുന്നത് ആയിരങ്ങളുടെ ഇപ്പുറത്തോ 700കളുടെ ഇപ്പുറത്തോ ആണ്. അതിൻ്റെ മുമ്പൊന്നും ഖുർആൻ പരിഭാഷ ഇല്ല. ആദ്യകാലത്ത് ക്രിസ്ത്യാനികൾ, പിന്നെ കാലത്ത് ഖാദിയാനികൾ, അതിൻ്റെ ശേഷം വഹാബികൾ, ഇവരാണ് ഖുർആൻ പരിഭാഷ ഇറക്കിയത്. എങ്ങനെ ഇറക്കിയതും 100 കൊല്ലത്തിൻ്റെ ഇപ്പുറേ മലയാളത്തിൽ ഖുർആൻ പരിഭാഷ ഇറങ്ങിയിട്ടായിട്ടുള്ളൂ. 1906 കണ്ണൂരിലെ മായൻകുട്ടി ഇളയ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അന്നൊരു ലേശം ഖുർആന്റെ പരിഭാഷ ഒരു ജുസ് മാത്രം പുറത്തിറക്കി. അന്ന് പണ്ഡിതന്മാർ മുഴുവൻ എതിർത്തിട്ട് അദ്ദേഹത്തിൻ്റെ അച്ചടിച്ച കോപ്പികൾ മുഴുവൻ കടലിൽ മുക്കിത്താഴ്ത്തുകയായിരുന്നു ചെയ്തത്. കടലിൽ മുക്കിത്താഴ്ത്തി അന്നത്തെ ഉലമാക്കളൊക്കെ എതിർത്ത്. 1900 അതിൻ്റെ മുമ്പ് ഇവിടെ കേരളത്തിൽ ഒരൊറ്റ പരിഭാഷ ഇറങ്ങിയിട്ടില്ല. ഖുർആൻ അതിൻ്റെ മുമ്പുള്ളവർ മനസ്സിലാക്കിയിട്ടില്ലേ? വ്യാഖ്യാനങ്ങൾ പഠിച്ചിട്ടില്ലേ? വയലുകളിൽ പറയുന്നതും വിശദീകരിച്ചു കൊടുക്കുന്നതൊക്കെ ഖുർആന്റെ വ്യാഖ്യാനങ്ങളാണ്. അത്തരം വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കാം. പരിഭാഷ വായിച്ചാൽ ഇങ്ങനെയൊക്കെ അബദ്ധത്തിൽ വരും. നിങ്ങൾക്ക് മനസ്സിലായ ചരിത്രം? ഇവിടുത്തെ പരിഭാഷ ഖുർആൻ പരിഭാഷ പാടില്ല എന്നുള്ള അറിവ് എനിക്കറിയില്ല. അങ്ങനെ ഒരു പാട് നമ്മളെ കിതാബുകളിലൊക്കെ വിവരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ഇസ്ലാമിലെ ഒരു പാപങ്ങൾ ഏറ്റവും വലിയ പാപം അള്ളാഹ് പറഞ്ഞേക്കണ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നാണ്. ഇതെന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് വിശദീകരിക്കാം. അത് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന് പറഞ്ഞാൽ ഷിർക്ക് എന്നാണ് അതിന് പദം പറയാം. ഷിർക്ക് എന്നത് തൗഹീദിന്റെ മാറ്റത്തിലുള്ള ഒരു വിശ്വാസമാണ്. തൗഹീദ് നിങ്ങൾ കേട്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന വിശ്വാസമാണ് തൗഹീദ്. അതിൻ്റെ നേർവിപരീതം അള്ളാഹുവിന് പുറമെ വേറെയും ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഷിർക്ക്. ഇത് 2 നിലയ്ക്ക് വിശ്വസിക്കാം. അള്ളാഹുവിന് പുറമെ വേറെയുള്ള ദൈവങ്ങൾ സ്വയം കഴിവുള്ളതായ അള്ളാഹുവിനെ പോലെ തന്നെ സ്വയം ഉണ്ടായിത്തീർന്ന മറ്റൊരു ശക്തിയാണ്, ബദൽ ശക്തികളാണ് എന്ന് വിശ്വസിക്കാം. അങ്ങനെ കൃത്യമായി വിശ്വസിച്ചവർ ലോക ചരിത്രത്തിൽ ആരുമില്ല. എന്നാലും സനവിയത്ത് എന്ന ഒരു കൂട്ടർ ഉണ്ട്. അവർ ഗുണം തരുന്ന പടച്ചവൻ, കേട് തരുന്ന പടച്ചവൻ എന്ന് 2 പടച്ചവന്മാരിൽ വിശ്വസിച്ചിരുന്നു അത്രേ. അവരല്ലാതെ ഇതിന് സമാനരായ ബഹുദൈവ വിശ്വാസികൾ ആരുമില്ല. ശേഷം വന്ന എല്ലാ ബഹുദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസം ശിർക്ക് എന്നത് അവർക്ക് വന്നത് ഇബാദത്തിന് അർഹനായിട്ട് അള്ളാഹുവല്ലാതെ വേറെയും ശക്തികളോ കല്ലുകളോ മണ്ണുകളോ വ്യക്തികളോ ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ആ ശിർക്ക് അള്ളാഹുവല്ലാതെ വേറെയും ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുക, ഇതാണ് ശിർക്ക്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനക്ക് അർഹൻ. അപ്പൊ ആരാധനക്കുള്ള അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇസ്തിഹ്ഖാഖുൽ ഇബാദത്ത് എന്ന് അതിന് പറയാം. ആരാധനക്കുള്ള അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അല്ല വേറെയും ദൈവങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക്. അള്ളാഹു മാത്രമാണ് പടച്ചവൻ, അല്ല വേറെയും പടച്ചവൻ ഉണ്ട് എന്ന് വിശ്വസിച്ചാലും ശിർക്ക്. ഇത് 2 തരമല്ലാതെ ശിർക്ക് വരില്ല. മനസ്സിലായോ? അള്ളാഹു 2 ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുള്ളൂ. അല്ല. അപ്പൊ നിങ്ങളിപ്പം കേട്ടങ്ങൾ അള്ളാഹുവിന്റെ പുറമെ വേറെയും വേറെ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഒരു ശിർക്ക്. അള്ളാഹുവാണ് വലിയ ഇലാഹ്, വേറെ അള്ളാഹു തആലാന്റെ ഒപ്പം കുട്ടി ഇലാഹുകളുണ്ട് എന്ന് വിശ്വസിച്ചാലും ശിർക്കാവും. കാരണം ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചില്ലേ? ആരാധനക്ക് അർഹത അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ശക്തിക്കോ ഏതെങ്കിലും വ്യക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. അത് ശിർക്കിന്റെ മറ്റൊരിനാണ്. ഒരിനം അള്ളാഹിനെ പോലെ തുല്യ പടച്ചവനുണ്ട് എന്ന് വിശ്വസിക്കുക. മറ്റൊരിനം അള്ളാഹുവിൻ്റെ കീഴെയോ അള്ളാഹുവിൻ്റെ പുറമെയോ വേറെ ഏതെങ്കിലും ആരാധനക്കർഹമായിട്ട് ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഈ 2 കൊണ്ടേ ശിർക്ക് വരും. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുമല്ലോ. ആവും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അദ്ദുആഹു വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ആരാധന എന്നല്ല, ആരാധനക്ക് അർഹൻ അള്ളാഹുവല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആരാധനക്ക് അർഹത അള്ളാഹുവല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുക. അദ്ദുആഉ ഹിബൽ ഇബാദ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വായിച്ച ഹദീസാണ്. ആ ഹദീസിന്റെ അർത്ഥം അദ്ദുആഉ പ്രാർത്ഥന, ഹുവ ആ പ്രാർത്ഥന തന്നെയാണ്, അൽ ഇബാദത്തു നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും. നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇബാദത്ത് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലല്ലോ എന്നാരും വിചാരിക്കണ്ട. ഈ ഇബാദത്തുകൾ തന്നെ പ്രാർത്ഥനയാകുന്നു. അത് നബി ഒന്നുകൂടി വിശദീകരിച്ചു. അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഞെണുവാകുന്നു, മജ്ജയാകുന്നു ഇബാദത്ത്. അപ്പൊ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മജ്ജയാകുന്നു ദുആ. എന്നല്ലാതെ ദുആ ഇബാദത്താണ് എന്നല്ല ആ ഹദീസിൽ പറഞ്ഞത്. ഇനി ദുആ ഇബാദത്താണ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ദുആ മാത്രമല്ല, കല്ല് വഴിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഇബാദത്താണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഉണ്ടോ?
നിങ്ങൾ പറയാൻ ഉണ്ട്. നൃത്തം ഇബാദത്താണ് നിസ്കാരത്തിൽ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇരുത്തം ഇബാദത്താണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഒരു പട്ടാളക്കാരൻ അയാളുടെ ജനറലിന്റെ മുമ്പിൽ നിന്നു, ഒരു പിതാവിനെ കണ്ടപ്പോൾ മകൻ നിന്നു, ആദരപൂർവ്വം നിന്നു. ഇത് ഇബാദത്ത് ആ പിതാവിന് ചെയ്യാണെന്ന് പറയുമോ? മുള്ള് വഴിയിൽ നിന്ന് എടുത്തിട്ടപ്പോൾ അള്ളാഹുവിനാണ് എന്ന് വിചാരിച്ചാൽ അത് ഇബാദത്ത്. നേരെ മറിച്ച് എൻ്റെ യജമാനൻ ഇതിൽ വരുമ്പോൾ ഈ മുള്ള് കണ്ടാൽ എന്നെ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കും, അതുകൊണ്ട് യജമാനനെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ മുള്ള് എടുത്തിരുന്നു എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടാൽ ഈ യജമാനുള്ള ഇബാദത്താവോ? ഇല്ല. അപ്പൊ ഇതുപോലെയാണ് ഇബാദത്തിന്റെ കർമ്മം മറ്റൊരാൾക്ക് ചെയ്യുന്നതല്ല ഇലാഹ് എന്ന് പറയുന്നത്. ഇബാദത്തിനുള്ള അർഹത മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് ആരോപിക്കുന്നതാണ് ശിർക്ക്. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയൊന്ന് പറഞ്ഞു തരട്ടെ. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത് ഇബാദത്തുകളൊക്കെ ദുആയാകുന്നു എന്നാണ് നബി പറഞ്ഞത്. ദുആ ഇബാദത്താണ് എന്നല്ല. ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ ദുആ ഇബാദത്താണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥമെങ്കിൽ തന്നെ നൃത്തം ഇബാദത്താണ്, മുള്ളുത് ഇബാദത്താണ്, ഇരുത്തം ഇബാദത്താണ് എന്നിങ്ങനെ കുറേ ഇബാദത്തുകൾ വന്നതുകൊണ്ട് ഇബാദത്തായി എണ്ണപ്പെടുന്ന പ്രവർത്തനം വേറൊരാളുടെയും മുമ്പിൽ ചെയ്തുകൂടാ എന്ന് വരൂല. അത് ഇസ്ലാം നിരോധിച്ചത് മാത്രമേ ചെയ്യാൻ പറ്റാത്തതുള്ളൂ. റുക്കൂഅ് പാടില്ല, സുജൂദ് പാടില്ല, അത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് സൃഷ്ടികൾക്ക് മുമ്പിൽ. വേറെ ഞാനീ പറഞ്ഞ നൃത്തം പാടില്ലാത്തതല്ല, ഇരുത്തം പാടില്ലാത്തതല്ല. ഇപ്പൊ ഇബാദത്താണ് ഒരു കർമ്മം എന്ന് വന്നതുകൊണ്ട് അത് മറ്റൊരാളുടെ മുമ്പിൽ ചെയ്താൽ ശിർക്കാവൂല. ഇബാദത്തിന് അർഹനാണ് അല്ലാഹു അല്ലാത്ത മറ്റാരെങ്കിലും എന്ന് വിശ്വസിച്ചാലാണ് എന്ത് വരിക? ശിർക്ക് വരിക. തൗഹീദ്